ഗുഡ് മോർണിംഗ്. സോ നമ്മൾ ലാസ്റ്റ് ഇലക്ട്രോ കെമിസ്ട്രിയുടെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു നിർത്തി. ഇന്ന് അതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് അല്ലെ, ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു സെല്ലിൻ്റെ അകത്ത് നടക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ റിഡോക്സ് റിയാക്ഷൻ അല്ലെ, റിഡോക്സ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. സോ ഓക്സിഡേഷൻ എന്താണെന്ന് നമ്മൾ നോക്കി, റിഡക്ഷൻ എന്താണെന്ന് നോക്കി. ഓക്സിഡേഷൻ വെച്ചാൽ സിംപ്ലി ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുക. റിഡക്ഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദി ഗെയിനിങ് ഓഫ് ഇലക്ട്രോൺ ആണ് റിഡക്ഷൻ എന്ന് പറയുന്നത്. ഒരു എലമെന്റ് അല്ലെങ്കിൽ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയോൺ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്ന സമയത്ത് എത്ര ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നു അത്രയും പോസിറ്റീവ് ചാർജ് കിട്ടുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു ആറ്റം അല്ലെങ്കിൽ ഒരു അയോൺ എത്ര ഇലക്ട്രോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ അത്രയും നെഗറ്റീവ് ചാർജ് കിട്ടും നമ്മൾ നോക്കി കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെ. സിങ്കിന്റെ എക്സാമ്പിളും കോപ്പർ എക്സാമ്പിളും നമ്മൾ നോക്കി. അഗൈൻ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇവിടെ നോക്കുകയാണെങ്കിൽ സിങ്ക് റിയാക്ട് വിത്ത് ഹൈഡ്രജൻ ഗീവ്സ് Zn2++H2. ഇതോടെ നോക്കുന്ന സമയത്ത് സിങ്കിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തായിരുന്നു? ആദ്യം 0 ആയിരുന്നു. സിങ്ക് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണെ വിട്ടുകൊടുത്ത് എന്തായി മാറി? Zn2+ ആയി മാറി. അതേ 2 ഇലക്ട്രോണെ വിട്ടുകൊടുക്കുന്ന സമയത്ത് 0 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ നിന്ന് എന്തായി മാറി? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ H+ അയണിന്റെ കേസ് ആണെങ്കിലോ 2 H+ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നു? അക്സെപ്റ്റ് ചെയ്യുന്നു. അക്സെപ്റ്റ് ചെയ്തിട്ട് എന്തായി മാറുന്നു? ഹൈഡ്രജൻ മോളിക്യൂളായിട്ട് മാറുന്നു അല്ലെ. ഇവിടെ ഹൈഡ്രജൻ, ഒരു ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +1 ആണ്. അത് ഒരു ഇലക്ട്രോണെ മേടിക്കുന്ന സമയത്ത് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആയിട്ട് മാറും. ഇവിടെ 2 H+ ഉള്ളതുകൊണ്ട് 2 ഇലക്ട്രോണെ മേടിക്കും. അപ്പൊ 2 ചേരുന്ന സമയത്ത് എന്തായി? നമുക്കൊരു H2 മോളിക്യൂൾ കിട്ടുകയാണ് ചെയ്യുന്നത്. ഇതുകൊണ്ട് നോക്കുകയാണെങ്കിൽ സിങ്കിൽ നടക്കുന്നത് ഓക്സിഡേഷൻ, ഹൈഡ്രജൻ നടക്കുന്നത് റിഡക്ഷൻ അല്ലെ. അതിൽ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവൻ നല്ലൊരു റിഡ്യൂസർ ആയിരിക്കും. അതുപോലെ ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അവൻ നല്ലൊരു ഓക്സിഡൈസർ ആയിരിക്കും. അപ്പൊ ഈ കാര്യം നമ്മൾ എന്ത് ചെയ്യുക? കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്യണം. ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? ഇവിടെ നോക്കുക, ഇവനിക്കാണ് ഇപ്പോൾ സിങ്കിനാണ് ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ സിങ്ക് നല്ലൊരു റിഡ്യൂസർ ആയിരിക്കും. ഇവൻ എന്ത് ചെയ്യുന്നു? ഇതിനെ റിഡ്യൂസ് ചെയ്യുന്നു. അതുപോലെ ആർക്കാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? നമ്മൾ ഹൈഡ്രജൻ അല്ലെ. അപ്പൊ ഈ ഹൈഡ്രജൻ എന്ന് പറയുന്നത് എന്താണ്? നല്ലൊരു ഓക്സിഡൈസർ കൂടിയാണ്. ക്ലിയർ? സോ ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിക്കുന്നത് അവൻ നല്ലൊരു റിഡ്യൂസറും, ആർക്കാണോ റിഡക്ഷൻ സംഭവിക്കുന്നത് അവൻ നല്ലൊരു ഓക്സിഡൈസറും ആയിരിക്കും. ഓക്കെ. Then our next topic is electrode potential and standard electrode potential. അപ്പൊ എന്താണ് ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവിടെ നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ഒരു കോൺസെപ്റ്റ്. അപ്പൊ നമ്മളൊരു ബീക്കർ എടുക്കാം. ഇവിടെ നോക്കിയേ, ഒരു ബീക്കർ എടുക്കാം. ഈ ബീക്കറിന്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ച് കോപ്പർ സൾഫേറ്റ് എടുക്കാം. കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എടുക്കാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു കോപ്പർ റോഡിനെ അതിൻ്റെ അകത്തോട്ട് ഡിപ്പ് ചെയ്ത് വെക്കുന്നു. ഒരു കോപ്പർ എടുക്കുന്നു, ആ കോപ്പറിന് എന്ത് ചെയ്യുന്നു? അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിട്ടുള്ള കോപ്പർ സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അത് ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഈ കോപ്പറിന് എന്ത് സംഭവിക്കാം? ഒന്നില്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കാം. അതേപോലെ നമുക്കിവിടെ നോക്കാം, നമ്മളൊരു ബീക്കർ എടുക്കുന്നു, ആ ബീക്കറിൽ നമ്മൾ സിങ്ക് സൾഫേറ്റ് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിലോട്ട് സിങ്കിനെ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അതായത് നമ്മൾ സിങ്ക് എടുക്കുന്നു, അതിന്റെ തന്നെ സൊല്യൂഷൻ ആയിട്ടുള്ള സിങ്ക് സൾഫേറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിപ്പ് ചെയ്ത് വെക്കുന്നു. അപ്പൊ ഇവന് എന്ത് സംഭവിക്കാം? ഒന്നില്ലെങ്കിൽ ഓക്സിഡേഷൻ സംഭവിക്കാം, അല്ലെങ്കിൽ റിഡക്ഷൻ സംഭവിക്കാം. അപ്പോൾ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഒരു മെറ്റൽ എടുത്ത്, ഒരു ഇലക്ട്രോഡ് എടുത്ത് അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്ത് അവന് എന്തിനുള്ള ടെൻഡൻസി ഉണ്ടാവാം? ഒന്നുകിൽ ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം. അഥവാ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവാം, അല്ലെങ്കിൽ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവാം. ഈ ടെൻഡൻസി എന്താണ് പറയാ? ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. എപ്പോഴാണ് സംഭവിക്കുന്നത്? ഒരു മെറ്റൽ റോഡ് അതിന്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്ത് വെക്കുന്ന സമയത്താണ് എന്ത് സംഭവിക്കുക? ഈ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് ഉണ്ടാവുന്നു. Then similarly സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വെച്ചാൽ എന്തായിരിക്കും? സെയിം സംഭവം തന്നെയാണ്. ഒരു ഇലക്ട്രോഡ് എടുക്കുന്നു, എന്നിട്ട് അതിന്റെ തന്നെ സൊല്യൂഷൻ നമ്മൾ ഡിപ്പ് ചെയ്ത് വെക്കുന്നു. കണ്ടീഷൻ എത്ര മാത്രമേ ഉള്ളൂ? ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിനും 1 അറ്റ്മോസ്ഫിയർ പ്രഷറിലാണ് നമ്മൾ ഇത് ചെയ്യുന്നതെങ്കിലോ അതിന് നമ്മൾ പറയുന്നു സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. അപ്പൊ ആ ഇലക്ട്രോഡ് ഉണ്ടാകുന്നത് എന്തെന്ന് പറയാ? സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ സിങ്കിനെ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് സിങ്കിനെ അപ്പം ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും, അതായത് ഓക്സിഡേഷൻ നടക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ സിങ്കിനെ സിങ്ക് സൾഫേറ്റിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത്. അതുപോലെ നമ്മൾ കോപ്പർ ആണ് ചെയ്യുന്നതെങ്കിലോ കോപ്പർ സൾഫേറ്റ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അതിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി ആയിരിക്കും കൂടുതൽ.
എന്തുകൊണ്ടാണ് ഇതിന് ഇങ്ങനെ സംഭവിക്കാനും അതിന് റിഡക്ഷൻ സംഭവിക്കാനും ടെൻഡൻസി കൂടുതലെന്ന് പറയാനുള്ളത് നമുക്ക് ഇതിനെ കുറിച്ചൊരു ഐഡിയ കിട്ടും. സോ ഇതാണ് എന്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യലും സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമ്മൾ പറയും. ഓക്കെ, ഗാൽവിൻ സെൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തി. ഗാൽവിൻ സെൽ എന്ന് പറഞ്ഞു. ഗാൽവിൻ സെൽ എന്ന് വെച്ചാൽ എന്താണ്? ഡിവൈസ് ഇൻ വിച്ച് കെമിക്കൽ എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി നമ്മൾ പറഞ്ഞു. ആ ഗാൽവിൻ സെല്ലിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത് ഡാനിയൽ സെൽ എന്ന് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ എന്താണ് ഈ ഡാനിയൽ സെൽ എന്നുള്ളതിനെ കുറിച്ചൊരു ഐഡിയ നമ്മൾ ഇതും പ്ലസ് ടു പഠിച്ച ഡാനിയൽ സെൽ എന്താണ് അതിന്റെ കൺസ്ട്രക്ഷൻ, അതിന്റെ അകത്ത് എന്താണ് നടക്കുന്നത്, എങ്ങനെയാണ് അതുവഴി നമുക്ക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എത്ര ഇലക്ട്രിസിറ്റിയാണ് എത്ര കറണ്ടാണ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയൊരു ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. സോ ഇതാണ് എന്ത് ഡാനിയൽ സെല്ലിന്റെ സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇതോടെ നോക്കിയേ, നമ്മുടെ ഇവിടെ 2 ബീക്കർ ഉണ്ട് അല്ലെ. ഇതിൽ ഫസ്റ്റ് ബീക്കറിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? സിങ്ക് സൾഫേറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ബീക്കറിൽ നമ്മൾ കോപ്പർ സൾഫേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനോട്ട് ആരിനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്? നമ്മുടെ സിങ്ക് ഇലക്ട്രോഡിനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ നമ്മൾ കോപ്പർ സൾഫേറ്റിൽ ആരിനെ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്? അതിൻ്റെ കോപ്പർ ഇലക്ട്രോഡ് നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ദീസ് 2 electrodes are connected through a voltmeter. ഇവിടെ ഒരു വോൾട്ട്മീറ്റർ ഉണ്ട്. ഓക്കെ, ഒരു കോപ്പർ വയറാണ്. 2 ഇലക്ട്രോഡ് നമ്മൾ ഒരു കോപ്പർ വയർ യൂസ് ചെയ്ത് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ 2 ബീക്കറിനെ നമ്മൾ സോൾട്ട് ബ്രിഡ്ജ്, ഈ അറേഞ്ച്മെന്റ് നമ്മൾ എന്താ പറയുക? സോൾട്ട് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് നമ്മുടെ ഡാനിയൽ സെൽ എന്ന് പറയുന്നത്. ക്ലിയർ? ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും ഹാഫിനെ ഈ സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് ഇത്രയും ഹാഫിനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് സെൽ എന്ന് പറയുന്നു. ഈ കോപ്പർ ഇൻ കോപ്പർ സെൽ ഇത്രയും ഹാഫ് സെല്ല് നമ്മൾ എന്തെന്ന് പറയുന്നു? സെക്കൻഡ് ഹാഫ് സെൽ എന്ന് പറയുന്നു. അപ്പൊ ഇത്രയും പോർഷനിൽ നമ്മൾ സിങ്ക് ഇൻ സിങ്ക് സൾഫേറ്റ് ഇത്രയും പോർഷനിൽ നടക്കുന്നത് ഓക്സിഡേഷൻ ആണ്. ഇത്രയും പോർഷനിൽ നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ ആണ്. പറയാം എന്താ സംഭവം നോക്കാം. അതായത് നമ്മൾ ഇതിനെ നമ്മൾ ആനോഡ് എന്ന് പറയും. ഈ സിങ്ക് ഇലക്ട്രോഡ് നമ്മൾ എന്ത് പറയും? ആനോഡ് എന്ന് പറയും. ഈ കോപ്പർ ഇലക്ട്രോഡ് നമ്മൾ കാഥോഡ് എന്ന് നമ്മൾ പറയും. അതായത് ഈ ആനോഡിൽ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. ഈ കാഥോഡ് എന്ന് പറയുന്ന ഇലക്ട്രോഡിൽ നടക്കുന്ന എന്താണ്? റിഡക്ഷൻ ആണ്. ഓക്കെ, സോ ഇത്രയും ഭാഗത്ത് നടക്കുന്ന എന്താണ്? ഓക്സിഡേഷൻ. ഇത്രയും ഭാഗത്ത് നടക്കുന്ന റിഡക്ഷൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് സെൽ എന്ന് പറയാം. അതുപോലെ ഇതിന് നമ്മൾ റിഡക്ഷൻ ഹാഫ് സെൽ എന്നും പറയും. ഇനി ഈ ആനോഡിൽ നടക്കുന്നത് എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നോക്കിയേ, ആനോഡിൽ നടക്കുന്ന ആനോഡ് കമ്പാർട്ട്മെന്റിൽ എന്താണ് നടക്കുന്നത് വെച്ചാൽ ഈ സിങ്ക് ഉണ്ടല്ലോ, നമ്മുടെ സിങ്ക് ഇലക്ട്രോൺ, ഈ സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് എന്തായി മാറും? 2+ ആയിട്ട് മാറും. ഇതാ നമ്മുടെ സിങ്ക് എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ട് 2+ ആയിട്ട് മാറും. എന്നിട്ട് ഈ 2+ നമ്മുടെ സൊല്യൂഷനിലോട്ട് പോകും, നമ്മുടെ സിങ്ക് സൾഫേറ്റ് സൊല്യൂഷനിലോട്ട് പോകും. അപ്പൊ ഈ ജനറേറ്റ് ചെയ്ത ഈ 2 ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഈ കോപ്പർ വയറിലൂടെ മൂവ് ചെയ്ത് നമ്മൾ അടുത്ത കമ്പാർട്ട്മെന്റിലോട്ട് വരും. ഇങ്ങോട്ട് വരും, നമ്മുടെ ഈ സെക്കൻഡ് ഹാഫ് സെല്ലോട്ട് വരും. ഇവിടെ ആരുണ്ട്? നമ്മുടെ കോപ്പർ സൾഫേറ്റ് ഉണ്ട്. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ, കോപ്പർ സൾഫേറ്റ് എന്ന് വെച്ചാൽ അതിനകത്ത് Cu2+ ഉണ്ട്. അപ്പൊ ഈ കോപ്പർ സൾഫേറ്റിനകത്തുള്ള Cu2+ എന്ത് ചെയ്യും? ഈ വരുന്ന ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അവൻ എന്തായി മാറും? Cu ആയിട്ട് മാറും. Cu2+ എന്ത് ചെയ്യുന്നു? 2 ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. 2-2+ Cu ആയിട്ട് മാറിയിട്ട് എങ്ങോട്ട് വരും? ഈ കോപ്പറിന്റെ മുകളിൽ, ഈ കോപ്പർ ഇലക്ട്രോണിന്റെ മുകളിൽ വന്ന് ഡിപ്പോസിറ്റ് ചെയ്ത് നടക്കും. ഓക്കെ, സോ ഇതാണ് എന്ത് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. അപ്പൊ ഇവിടെ എന്താണ്? സിങ്ക് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കല് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഓക്സിഡേഷൻ. ഇവിടെ നോക്കുക, ഇവിടെ ഈ ഇലക്ട്രോൺ ഓക്സിഡേഷൻ സംഭവിച്ച് വരുന്ന ഇലക്ട്രോണിനെ ആര് അക്സെപ്റ്റ് ചെയ്യണം? ഇവിടുത്തെ കോപ്പർ അക്സെപ്റ്റ് ചെയ്യണം അല്ലെ? അക്സെപ്റ്റിംഗ് ഓഫ് ഇലക്ട്രോൺ. അപ്പൊ ഇവിടെ നടക്കുന്നത് എന്താണ്? റിഡക്ഷൻ. സോ ഓക്സിഡേഷൻ, റിഡക്ഷൻ, 2 ഡിഫറെന്റ് പ്രോസസ്സും അറ്റ് എ ടൈമിലാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്നത്. ഓക്സിഡേഷനും റിഡക്ഷനും, ബോത്ത് ഓക്സിഡേഷൻ ആൻഡ് റിഡക്ഷൻ ടേക്ക് പ്ലേസ് simultaneously. So this reaction can be said as redox reaction. ഇനി നമുക്ക് എന്തെന്ന് പറയാം? റിഡോക്സ് റിയാക്ഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, റൈറ്റ്. സോ ഇനി ഇവിടെ നോക്കുക. അപ്പൊ ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ലേ? ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യുന്നത്? ഈ എൻഡിൽ നിന്നും ഈ എൻഡിലോട്ട് എന്ത് മൂവ് ചെയ്യുന്നുണ്ട്? നമ്മുടെ
ഇലക്ട്രോൺ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പഴയ കൺസെപ്റ്റ് അനുസരിച്ച് ഇലക്ട്രോൺ മൂവ് ചെയ്താൽ അവിടെ എന്തെന്ന് പറയാം, അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്തെന്ന് പറയാം. അതായത് ഇലക്ട്രോൺ സിംഗിൾ ഇലക്ട്രോണിൽ നിന്ന് ഓക്സിഡേഷൻ സിംഗിൾ ഇലക്ട്രോണിൽ നിന്ന് കോപ്പർ ഇലക്ട്രോണിൽ മൂവ് ചെയ്യുന്ന സമയത്ത് കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ട് മൂവ് ചെയ്യുന്നുണ്ട്? ഇറ്റ് മൂവ്സ് ഫ്രം കോപ്പർ ഇലക്ട്രോഡ് ടു സിംഗിൾ ഇലക്ട്രോഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എന്ത് മൂവ് ചെയ്യും? നമ്മുടെ കറണ്ട് ഇവിടെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഡാനിയൽ സെല്ലിൽ നിന്നുണ്ടാവും ഒരു ഔട്ട്പുട്ട് ഉണ്ടാവും. ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1.1 വോൾട്ട് ആണ്. അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? ഈ 1.1 വോൾട്ട് എന്ന് ഞാൻ പറഞ്ഞു, അതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? സിമ്പിൾ ആണ്. അതായത് ഈ കോപ്പർ ഇലക്ട്രോഡ് എന്തുണ്ട്? ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ട് അല്ലെ? നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തി, കോപ്പറിന് അതിൽ തന്നെ സൊല്യൂഷൻ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അതുപോലെ തന്നെ സിങ്കിന്റെ സൾഫേറ്റ് ഡിപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഉണ്ടാവും. അപ്പൊ ഈ കോപ്പർ ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിൽ നിന്നും ഈ സിങ്ക് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യലിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? ഈ മൊത്തം സെല്ലിന്റെയും എന്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ എന്ത് പറയാ? EMF എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ ഇവിടെ നോക്കാം, നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കോപ്പർ സൾഫേറ്റ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ്? പ്ലസ് 0.34 വോൾട്ട് ആണ് അല്ലെ? നമ്മൾ പൊട്ടൻഷ്യൽ എപ്പോഴും പറയുന്നത് വോൾട്ടിലായിരിക്കും പൊട്ടൻഷ്യൽ പറയാം. അതേപോലെ നമ്മളെ സിങ്ക് സൾഫേറ്റ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എത്രയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്? -0.7618 വോൾട്ട് ആണ്. അപ്പൊ ഈ സെല്ല് രണ്ടിന്റെയും പൊട്ടൻഷ്യൽ നമുക്കറിയാം, രണ്ട് ഡിഫറെന്റ് പൊട്ടൻഷ്യലിന്റെയും വാല്യൂ നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ സെല്ലിന്റെ വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കുക? ഈ സെല്ലിന്റെ ഔട്ട്പുട്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇതേ മൈനസ് ഇത്, അതായത് നമ്മുടെ റിഡക്ഷൻ ഹാഫ് സെൽ മൈനസ് ഓക്സിഡേഷൻ ഹാഫ് സെൽ കിട്ടിയാൽ നമുക്ക് എന്ത് വാല്യൂ കിട്ടും? ഈ മൊത്തം സെല്ലിന്റെയും ടോട്ടൽ ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. നോക്കാം. സെൽ പൊട്ടൻഷ്യൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. അപ്പോ ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? നമ്മൾ സിങ്ക് സൾഫേറ്റ് കോപ്പർ സൾഫേറ്റ് നമ്മുടെ റിഡക്ഷൻ ഹാഫ് സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -0.76 എന്ന് പറഞ്ഞു വെച്ചു. റിഡക്ഷൻ ഹാഫ് സെല്ലിന്റെ ആണെങ്കിലോ റിഡക്ഷൻ ഹാഫ് സെല്ലിന്റെ പ്ലസ് 0.34 ആണ്. ഓക്സിഡേഷൻ ഹാഫ് സെല്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? -76 ആണ്. അത് ഇത് രണ്ടും മൈനസ് ചെയ്യുന്ന സമയത്ത് ആണല്ലേ ഇതിന്റെ ആ പൊട്ടൻഷ്യൽ, ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്താണ്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. ഏതായാലും നമ്മുടെ കാഥോഡ്, ഏതായിരുന്നു ആനോഡ്? കോപ്പർ ആയിരുന്നു നമ്മുടെ കാഥോഡ്, സിങ്ക് ആയിരുന്നു നമ്മുടെ ആനോഡ്. അപ്പൊ കാഥോഡ് മൈനസ് ആനോഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആ സെല്ലിന്റെ പൊട്ടൻഷ്യൽ നമുക്ക് കിട്ടും. എന്താ? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡ് നമ്മുടെ വാല്യൂ എത്രയായിരുന്നു? 0.34 വോൾട്ട് മൈനസ് 0.76 വോൾട്ട്. സോ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്താണ്? 1.10 വോൾട്ട്. ഇങ്ങനെയാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കുക? ഒരു സെല്ലിന്റെ ഔട്ട്പുട്ട് കണ്ടുപിടിക്കുന്നത്. ഒരു സെല്ലിന്റെ പൊട്ടൻഷ്യൽ കാണാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? അതിന്റെ റിഡക്ഷൻ ഹാഫ് സെൽ മൈനസ് ഓക്സിഡേഷൻ ഹാഫ് സെൽ, അല്ലെങ്കിലോ കാഥോഡ് മൈനസ് ആനോഡ്, അല്ലെങ്കിലോ ഈ റൈറ്റ് മൈനസ് ഈ ലെഫ്റ്റ്. ഇതിൽ നിന്നാണ് നമുക്ക് എന്ത് പിടിക്കുക? ആ സെല്ലിന്റെ ടോട്ടൽ ഔട്ട്പുട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ. ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് EMF. നമ്മളൊരു ബാറ്ററി എടുത്താൽ ആ ബാറ്ററിന്റെ ബാക്കിൽ നമ്മൾ അതായത് സാധാരണ ഒരു എവറിഡിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡ്രൈസിൽ ചെറിയൊരു ബാറ്ററി എടുത്താൽ അതിന്റെ ബാക്കിൽ EMF = 1.5 വോൾട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ 1.1 വോൾട്ട് എന്നിട്ടുണ്ടാവും. എന്താണ് EMF കൊണ്ട് ഉദ്ദേശിക്കുന്നത്? EMF എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല, നമ്മൾ ഇത്ര നേരം നോക്കിയ ടോപ്പിക് തന്നെയാണ്. EMF എന്ന് വെച്ചാൽ ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത് എന്താണ്? ഒന്നുമില്ല, ഇതിന്റെ കാഥോഡ് മൈനസ് ആനോഡ് ചെയ്യുന്ന സമയത്ത്, അതായത് കാഥോഡിന്റെ പൊട്ടൻഷ്യലും ആനോഡിന്റെ പൊട്ടൻഷ്യലും തമ്മിലുള്ള ഡിഫറൻസിനെ നമ്മൾ എന്താ പറയുക? EMF എന്ന് പറയും. അതായത് ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്, അതാണ് എന്ത്? ഒരു സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. അല്ലെങ്കിൽ രണ്ട് ഇലക്ട്രോഡിന്റെ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെയാണ് നമ്മൾ എന്താ പറയുക? EMF എന്ന് പറയും. അപ്പൊ ഈ പൊട്ടൻഷ്യൽ എന്താണ്? ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്താണ്? ഒരു ഇലക്ട്രോണിന്റെ പൊട്ടൻഷ്യൽ വാല്യൂ എന്താണ്? ഇതിനെ കുറിച്ച് വൃത്തിയായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്റർ നമുക്ക് ഈസി ആക്കാൻ പറ്റും. ഓക്കെ.
ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോലിറ്റിക് സെൽ ആൻഡ് ഇലക്ട്രോകെമിക്കൽ സെൽ. അപ്പൊ നമ്മൾ രണ്ട് സെല്ലിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിലും ഈ ക്ലാസ്സിലുമായിട്ട് നമുക്ക് ഈ ഇലക്ട്രോലിറ്റിക് സെല്ലും അതുപോലെ തന്നെ ഇലക്ട്രോ കെമിക്കൽ സെല്ലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? ഇലക്ട്രോ കെമിക്കൽ സെൽ എന്ന് വെച്ചാൽ നമ്മൾ ഗാൽവനിക് സെൽ. അപ്പൊ ഇലക്ട്രോലിറ്റിക് സെല്ലും ഗാൽവനിക് സെല്ലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ മെയിൻ ഡിഫറൻസ് എന്തായിരിക്കും? ഗാൽവനിക് സെല്ലാണെങ്കിൽ അവിടെ സംഭവിക്കുന്നത് എന്താണ്? കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് എവിടെ സംഭവിക്കുന്നത്? നമ്മുടെ ഗാൽവനിക് സെല്ല് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ അവിടെ എന്താ സംഭവിക്കുന്നത്? നേരെ തിരിച്ച് ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുകയാണ് ചെയ്യുന്നത്? കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്, അല്ലെ? അതുപോലെ നമ്മളൊരു ഗാൽവനിക് സെൽ എടുക്കുകയാണെങ്കിൽ ആ ഗാൽവനിക് സെല്ലിന്റെ ആനോഡ് പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അതിന്റെ കാഥോഡ് പാർട്ട് എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ. പക്ഷേ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിലോ അവിടെ എന്തായിരിക്കും സംഭവം? ആനോഡ് എന്ന് പറയുന്നത് പോസിറ്റീവും കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. രണ്ട് ടെർമിനലായിരിക്കും, പോസിറ്റീവും നെഗറ്റീവും ടെർമിനലായിരിക്കും. അതുപോലെ തന്നെ ഈ ഗാൽവനിക് സെല്ലിൽ നടക്കുന്നത് എന്താണ്? സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. പക്ഷെ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നടക്കുന്നത് എന്താണ്? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ ആണ് നടക്കുന്നത്. ഓക്കെ. അതായത് സ്വാഭാവികമായിട്ടും അത് വൺസ് ഇനിഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെ റിയാക്ഷൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് പോകുന്നതിനാണ് നമ്മൾ സ്പോണ്ടേനിയസ് റിയാക്ഷൻ എന്ന് പറയുന്നത്. പക്ഷെ ഇതാണ് എന്ത് ചെയ്യുക? നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. അതായത് ആ റിയാക്ഷൻ നടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നമ്മൾ പറഞ്ഞു ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയെ കൺവേർട്ട് ചെയ്യുക എന്നാണ് നമ്മൾ പറഞ്ഞു. അതായത് കെമിക്കൽ ഒരു ഇലക്ട്രിസിറ്റി കൊടുത്തു വെച്ചാൽ അതെന്ത് സംഭവിക്കും? ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കും. നമ്മൾ ഇലക്ട്രിസിറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ കെമിക്കൽ റിയാക്ഷൻ അപ്പം സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ ഗാൽവനിക് സെല്ലിൽ അങ്ങനെയല്ല. വൺസ് കെമിക്കൽ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് വെച്ചാൽ അതെന്ത് ചെയ്യും? കണ്ടിന്യൂസ് അതിന് തീരുന്നവരെ എന്ത് ചെയ്യും? അത് ഓൺ ആയിട്ട് തന്നെ എന്ത് ചെയ്യും? കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. അതുവരെ നമുക്ക് ഇലക്ട്രിസിറ്റി ഔട്ട്പുട്ട് ആയിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. സോ ദാറ്റ് ഈസ് സ്പോണ്ടേനിയസ് ആൻഡ് ദിസ് ഇസ് നോൺ സ്പോണ്ടേനിയസ് റിയാക്ഷൻ. Then next difference, does not require external voltage source. ഇവിടെ നമുക്ക് എന്ത് ആവശ്യമില്ല? ഒരു എക്സ്റ്റേണൽ ആയിട്ട് നമ്മളൊരു വോൾട്ടേജ് കറണ്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് കറണ്ട് കിട്ടുന്നത്. കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അതിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് കറണ്ട്. പക്ഷേ നമ്മുടെ ഇലക്ട്രോലിറ്റിക് സെല്ലാണെങ്കിൽ നേരെ തിരിച്ചാണ്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ നമ്മൾ ഔട്ട്പുട്ട് ആയിട്ട് ഇലക്ട്രിസിറ്റി കൊടുത്താൽ മാത്രമേ അകത്ത് റിയാക്ഷൻ നടത്തുള്ളൂ. സോ റിക്വയർ എക്സ്റ്റേണൽ വോൾട്ടേജ്. അപ്പൊ ഇതാണ് ഇത് നമ്മുടെ ഇലക്ട്രോ കെമിസ്ട്രിയുടെ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു ക്ലിയർ കട്ട് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇതിന്റെ ബാക്കി കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സ് നമുക്ക് കൂടുതലൊരു ഐഡിയ കിട്ടും. ഇത് ക്ലിയർ ആയിട്ട് ഫോളോ ചെയ്യുക. ദെൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ദെൻ ബൈ.